നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ വിവാദ അഭിമുഖം എന്തുകൊണ്ട് തിരുത്തിയില്ലെന്ന് PV അൻവർ. ഒരു രക്ഷയുമില്ലാതായപ്പോൾ പുതിയ നാടകം കളിക്കുന്നു. PR ഏജൻസി ഇല്ല എന്നായിരുന്നു ആദ്യത്തെ വാദം. ഇപ്പോൾ നടക്കുന്നതെല്ലാം ഗൂഢാലോചനയുടെ ഭാഗം. വസ്തുത പുറത്തു വരുന്നതുവരെ മുഖ്യമന്ത്രി മാന്യമായി സ്ഥാനമൊഴിയുന്നതാണ് നല്ലതെന്നും PV അൻവർ. 6-ാം തീയതി മഞ്ചേരിയിൽ PV അൻവറിന്റെ വിശദീകരണ യോഗം. മുഖ്യമന്ത്രിക്ക് അഭിമുഖം നൽകാൻ PR ഏജൻസിയുടെ ആവശ്യമില്ലെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടുകാലം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയത് എങ്ങനെയെന്ന് എല്ലാവർക്കും അറിയാം. നടക്കുന്നത് തെറ്റായ പ്രചരണം. മറ്റു കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്നും മുഹമ്മദ് റിയാസ്. മുഖ്യമന്ത്രി വിശദീകരിച്ചിട്ടും വാർത്ത തിരുത്താനോ ഖേദം പ്രകടിപ്പിക്കാനോ മാധ്യമങ്ങൾ തയ്യാറായില്ല. ഇടതുപക്ഷത്തെ തകർക്കണമെങ്കിൽ അതിന്റെ തലക്കടിക്കണമെന്നും ഇപ്പോൾ അത് പിണറായി വിജയൻ ആയതുകൊണ്ടാണ് ആക്രമണമെന്നും മുഹമ്മദ് റിയാസ്. കേരളത്തിന് 145 കോടി 60 ലക്ഷം രൂപ പ്രളയ ധനസഹായം അനുവദിച്ചത് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലെ കേന്ദ്ര വിഹിതം. കേരളം ആവശ്യപ്പെട്ടത് 3000 കോടി. ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്നുള്ള അധിക സഹായം അനുവദിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര തീരുമാനമായിട്ടില്ല. കേരളം ഉൾപ്പെടെ പ്രളയം ബാധിച്ച 14 സംസ്ഥാനങ്ങൾക്കായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആകെ 5858.60 കോടി അനുവദിച്ചു. കഴിഞ്ഞ ദിവസം പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി 675 കോടി രൂപ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പട്ടികയിൽ കേരളത്തിന്റെ പേരുണ്ടായിരുന്നില്ല. സ്വർണ്ണക്കള്ളക്കടത്ത് പണം രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അതീവ ഗൗരവതരമെന്ന് ഗവർണർ. രാജ്യവിരുദ്ധ പ്രവർത്തനം നടക്കുന്നുവെന്നറിഞ്ഞിട്ടും മുഖ്യമന്ത്രി മറച്ചുവെച്ചു. ഹിന്ദു വാർത്ത മുഖ്യമന്ത്രി നിഷേധിച്ചിട്ട് കാര്യമില്ല. ഇക്കാര്യങ്ങൾ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ്. റിപ്പോർട്ട് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുമെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ. മുൻമന്ത്രി ഡോക്ടർ KT ജലീൽ എന്ത് നിലപാട് പ്രഖ്യാപിക്കുമെന്ന ആകാംക്ഷയിൽ കേരളം. CPM-നും മുഖ്യമന്ത്രിക്കുമെതിരെ PV അൻവർ വിമർശനം തുടരുന്നതിനിടെയാണ് ജലീലിന്റെ നിലപാട് പ്രഖ്യാപനം. പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്നുള്ള വിരമിക്കൽ ജലീൽ പ്രഖ്യാപിച്ചിരുന്നു. വിരമിക്കൽ മൂഡിലാണെന്ന് CPM സഹയാത്രികനായി തുടരുമെന്നും ജലീൽ. KT ജലീലിന്റെ സ്വർഗസ്ഥനായ ഗാന്ധിജിയെ ഇന്ന് പ്രകാശനം ചെയ്യും. അവസാനിക്കാതെ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിലെ വിവാദം. ദ ഹിന്ദു പത്രം ഖേദം പ്രകടിപ്പിച്ചെങ്കിലും പ്രതിപക്ഷം വിഷയം ആയുധമാക്കും. PR ഏജൻസിയുടെ ഇടപെടലും മുഖ്യമന്ത്രിയുടെ മൗനവും ചോദ്യം ചെയ്ത് UDF കക്ഷികൾ. മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിലും CPM-നെ വിവാദം വിട്ടൊഴിയില്ല. ADGP MR അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് ഉടൻ സർക്കാരിന് സമർപ്പിക്കും. റിപ്പോർട്ട് സമർപ്പിക്കേണ്ട അവസാന ദിവസം വ്യാഴാഴ്ച. അതിനു മുൻപ് റിപ്പോർട്ട് കൈമാറിയേക്കും. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളും തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ ADGPക്ക് പങ്കുണ്ടെന്ന വിവാദവുമാണ് സംഘം അന്വേഷിക്കുന്നത്. MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന ശക്തമായ നിലപാടിൽ CPI ഉൾപ്പെടെ ഘടകകക്ഷികൾ. CPM-CPI സംഘർഷവും പാർട്ടി മാറ്റവും പതിവായ വെഞ്ഞാറമൂട്ടിൽ. AIYF മുൻ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ CPM-ലേക്ക്. വെഞ്ഞാറമൂട് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് തർക്കങ്ങളാണ് വീണ്ടും പാർട്ടി മാറ്റത്തിലേക്ക് എത്തിച്ചത്. CPM പ്രാദേശിക പ്രവർത്തകരുടെ എതിർപ്പ് മറികടന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ നീക്കമെന്ന് ആരോപണം. ഇതിനെതിരെ ഒരു വിഭാഗം CPM പ്രവർത്തകർ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് കത്തയച്ചു. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖ് ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായേക്കും. കഴിഞ്ഞ ദിവസം സിദ്ദിഖ് കൊച്ചിയിൽ അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തി. അഡ്വക്കേറ്റ് B രാമൻപിള്ളയുടെ എറണാകുളത്തെ ഓഫീസിലെത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയത്. സിദ്ദിഖിനെ 2 ആഴ്ചയ്ക്കുള്ളിൽ അറസ്റ്റ് ചെയ്യണോ എന്നതിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് ഓഫീസിനോട് പോലീസ് നിയമോപദേശം തേടി. എറണാകുളം വല്ലാർപാടത്തെ ബസ് അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ബ്രേക്ക് നഷ്ടപ്പെട്ട ബസ് മറ്റു വാഹനങ്ങളിൽ ഇടിച്ചു കയറുകയായിരുന്നു. ബ്രേക്ക് നഷ്ടമായെന്ന് ഡ്രൈവർ വിളിച്ചു പറയുന്നത് കേൾക്കാം. തിങ്കളാഴ്ചയുണ്ടായ അപകടത്തിൽ 20 പേർക്ക് പരിക്കേറ്റിരുന്നു. തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് പുറത്തു ചാടിയ 2 ഹനുമാൻ കുരങ്ങുകളെ കൂട്ടിലെത്തിച്ചു. മൃഗശാല വളപ്പിനുള്ളിൽ മരത്തിൽ നിന്നാണ് കൂട്ടിൽ തിരികെ എത്തിച്ചത്. ഹനുമാൻ കുരങ്ങുകളെ തിരികെ കൂട്ടിലെത്തിച്ചത് വൈകിട്ടോടെ. 3ാമത്തെ കുരങ്ങും കൂട്ടിലെത്തുമെന്ന പ്രതീക്ഷയിൽ അധികൃതർ. വിമാനം റദ്ദാക്കിയതിനെ തുടർന്ന് ലക്ഷദ്വീപിൽ കുടുങ്ങിയ യാത്രക്കാർക്ക് ആശ്വാസമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അഗത്തി വിമാനത്താവളത്തിൽ കുടുങ്ങിയ 46 പേരെയും കൊച്ചിയിലെത്തിക്കാനുള്ള സംവിധാനം സാധ്യമാക്കി. ചൊവ്വാഴ്ചയുള്ള അലയൻസ് വിമാനം യന്ത്ര തകരാറിനെ തുടർന്ന് റദ്ദാക്കിയതോടെയാണ് യാത്രക്കാർ അഗത്തി ദ്വീപിൽ കുടുങ്ങിയത്. ലക്ഷദ്വീപ് കാണാനെത്തിയവർ ഉൾപ്പെടെ 46ഓളം യാത്രക്കാരാണ് വിമാനത്താവളത്തിൽ കുടുങ്ങിയത്. സംഘത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുണ്ടായിരുന്നു. സംസ്ഥാനത്തെ
വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇന്നും നാളെയും പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിൽ നേരിയതോ ഇടത്തരമോ ആയ മഴ ലഭിക്കുമെന്നാണ് അറിയിപ്പ്. മത്സ്യത്തൊഴിലാളികൾക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആറന്മുള വഴിപാട് വള്ളസദ്യകൾക്ക് ഇന്ന് സമാപനം. 460 വള്ളസദ്യകൾ ബുക്ക് ചെയ്തെങ്കിലും 443 വള്ളസദ്യകളാണ് ഇപ്രാവശ്യം നടന്നത്. അഷ്ടമിരോഹിണി വള്ളസദ്യക്ക് മാത്രം പങ്കെടുത്തത് 65,000-ഓളം പേർ. ഈ വർഷം മുതൽ ഓൺലൈനായി വള്ളസദ്യ ബുക്ക് ചെയ്യുന്നതിനുള്ള ക്രമീകരണങ്ങളും. സമാപന ചടങ്ങിൽ മന്ത്രി വീണ ജോർജ്, പ്രമോദ് നാരായണൻ MLA, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് എന്നിവർ പങ്കെടുക്കും. ബ്രഹ്മപുരം തീപിടുത്തത്തിന് ശേഷം മാലിന്യ സംസ്കരണ അവബോധത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ടെന്ന് ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ UV ജോസ് ന്യൂസ് 18നോട്. മാലിന്യം വലിച്ചെറിയുന്നത് കുറഞ്ഞു. എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം എന്ന ലക്ഷ്യത്തോടെ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന് ഇന്ന് തുടക്കമാകുമെന്നും UV ജോസ്. സ്വച്ഛതാ ഹി സേവാ മൂവ്മെന്റിന്റെ ഭാഗമായി റിലയൻസ് ജിയോ ജീവനക്കാർ കേരളത്തിലുടനീളം ശുചിത്വ പ്രവർത്തനങ്ങൾ നടത്തി. 14 ജില്ലകളിലെ 45 കേന്ദ്രങ്ങളിലായി 1500-ലധികം ജീവനക്കാർ വിവിധ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ജിയോ കേരളം മേധാവി KC നരേന്ദ്രൻ കൊച്ചിയിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യയിലുടനീളം സെപ്റ്റംബർ 17-ന് ആരംഭിച്ച് ഇന്ന് വരെ നീണ്ടു നിൽക്കുന്നതാണ്. ഹമാസ് ഹിസ്ബുള്ള നേതാക്കളുടെ വധത്തിന് പകരം വീട്ടുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ ഇസ്രയേലിന് നേരെ ആക്രമണം നടത്തി ഇറാൻ. 200-ലധികം ബാലിസ്റ്റിക് മിസൈലാണ് ഇറാൻ വർഷിച്ചത്. ആക്രമണത്തെ ചെറുത്തതായും ആൾനാശമുണ്ടായിട്ടില്ലെന്നുമാണ് ഇസ്രായേലിന്റെ പ്രതികരണം. ഇസ്രായേൽ നഗരമായ ടെൽ അവീവിൽ നടന്ന വെടിവെപ്പിൽ 8 പേർ കൊല്ലപ്പെട്ടു. ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി വിദേശകാര്യ മന്ത്രാലയം. ഇസ്രായേലിനെതിരായ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം പരാജയപ്പെട്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാൻ രാത്രി ഒരു വലിയ തെറ്റ് ചെയ്തു, അതിനുള്ള മറുപടി കൊടുക്കുമെന്നും നെതന്യാഹു വ്യക്തമാക്കി. സ്വയം പ്രതിരോധിക്കാനുള്ള നിശ്ചയദാർഢ്യവും ശത്രുക്കൾക്കെതിരെ തിരിച്ചടിക്കാനുള്ള ഇസ്രായേലിന്റെ ദൃഢനിശ്ചയവും ഇറാനിലെ ഭരണകൂടത്തിന് മനസ്സിലാകുന്നില്ല. ഈ തെറ്റിന് ഇറാൻ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. ഇസ്രായേലിലെ ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ സ്ഥിതി നിരീക്ഷിച്ച് ലോകരാജ്യങ്ങൾ. ഇസ്രായേൽ സൈന്യവുമായി സഹകരിച്ച് ഇറാന്റെ ആക്രമണത്തെ പ്രതിരോധിച്ചുവെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. ബൈഡനും കമലാ ഹാരിസും ദേശീയ സുരക്ഷാ കൌൺസിലുമായി അടിയന്തര യോഗം ചേർന്നു. ഇസ്രായേലിന്റെ തുടർ നടപടികളെക്കുറിച്ച് അമേരിക്ക ഇസ്രായേൽ സർക്കാരുമായി ചർച്ച നടത്തുമെന്ന് സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സള്ളിവൻ വ്യക്തമാക്കി. സംഘർഷത്തിന് പിന്നാലെ ന്യൂയോർക്കിൽ UN രക്ഷാസമിതി ഇന്ന് അടിയന്തര യോഗം ചേരും. മേഖലയിൽ ഉടൻ വെടിനിർത്തൽ നടപ്പാക്കണമെന്ന് UN സെക്രട്ടറി ജനറൽ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് അടിയന്തര യോഗം. ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ മുന്നറിയിപ്പുമായി ഇറാൻ. ഇത് ഇസ്രായേലിനെതിരെയുള്ള ശക്തമായ പ്രതികരണം. തിരിച്ചടിച്ചാൽ പ്രത്യാക്രമണം രൂക്ഷമാകുമെന്നാണ് മുന്നറിയിപ്പ്. ഇറാന്റെ ആക്രമണത്തെ ഇസ്രായേൽ ഫലപ്രദമായി പരാജയപ്പെടുത്തിയെന്ന് US വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ. ഇസ്രായേലിനെ അമേരിക്കയും സഖ്യകക്ഷികളും സഹായിച്ചെന്നും ബ്ലിങ്കൻ. ഇസ്രായേൽ സൈന്യവുമായി സഹകരിച്ച് ഇറാന്റെ ആക്രമണത്തെ പ്രതിരോധിച്ചുവെന്നാണ് വൈറ്റ് ഹൌസിന്റെ പ്രതികരണവും. ആക്രമണത്തിൽ ഇസ്രായേലിൽ ആരും കൊല്ലപ്പെട്ടതായി വിവരമില്ല. ഷിഗെരു ഇഷിബ ജപ്പാൻ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു. ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവാണ് ഷിഗെരു. മുൻ പ്രതിരോധ മന്ത്രിയായ അദ്ദേഹം 5ാമത്തെ ശ്രമത്തിലാണ് വിജയം കൈവരിക്കുന്നത്. ജപ്പാന്റെ 102ാമത്തെ പ്രധാനമന്ത്രിയായാണ് അദ്ദേഹം ചുമതലയേൽക്കുന്നത്. ഈ മാസം 22-ന് പാർലമെന്ററി തെരഞ്ഞെടുപ്പ് നടത്തുമെന്നും ഷിഗെരു. തായ്ലൻഡിൽ വിനോദയാത്ര കഴിഞ്ഞ് വിദ്യാർത്ഥികളുമായി മടങ്ങിയ ബസിന് തീപിടിച്ച് 25 മരണം. മരിച്ചവരിലേറെയും കുട്ടികളെന്ന് റിപ്പോർട്ട്. 5 മൃതദേഹങ്ങൾ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല. 3-നും 15-നും ഇടയിൽ പ്രായമുള്ളവരാണ് മരണപ്പെട്ടതെന്നാണ് വിവരം. ദാരുണ സംഭവത്തിൽ അനുശോചിച്ച് പ്രധാനമന്ത്രി. കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന്റെ വേദനയിൽ പങ്കുചേരുന്നെന്നും പ്രധാനമന്ത്രി. രാഷ്ട്രപിതാവിന്റെ സ്മരണയിൽ രാജ്യം. രാജ്യത്തിന് ദിശാബോധം നൽകിയ മഹാത്മാഗാന്ധിയുടെ 155-ാം ജന്മദിനം വിപുലമായി ആഘോഷിക്കുന്നു. രാജ്യമെങ്ങും പദയാത്രകളും അനുസ്മരണ ചടങ്ങും സംഘടിപ്പിച്ചാണ് ആഘോഷം. വിവിധ സംസ്ഥാന സർക്കാരുകളുടെ നേതൃത്വത്തിലും ഗാന്ധി ജയന്തി ആഘോഷങ്ങൾ നടന്നു. ഗാന്ധി ജയന്തി ദിനത്തിൽ രാഷ്ട്രപിതാവിനെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ പുലർച്ചെ രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന നടത്തി. മഹാത്മാഗാന്ധിയുടെ ജീവിതവും ആദർശങ്ങളും എല്ലാ കാലവും രാജ്യത്തെ ജനങ്ങൾക്ക് വലിയ പ്രചോദനമായിരിക്കുമെന്ന് പ്രധാനമന്ത്രി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ,
ലോക്സഭാ സ്പീക്കർ ഓം ബിർല, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവരും രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തി. സ്വച്ഛ് ഭാരത് അഭിയാന്റെ ഭാഗമായി രാജ്യമെങ്ങും വിപുലമായ പരിപാടികൾ. സ്വച്ഛ് ഭാരത് മിഷൻ ആരംഭിച്ചിട്ട് ഇന്നേക്ക് 10 വർഷം. ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ വാർഷികാഘോഷ പരിപാടികൾ. പ്രധാനമന്ത്രി 9600 കോടിയിലധികം രൂപയുടെ ശുചിത്വ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. സംസ്ഥാനത്ത് മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനും ഇന്ന് തുടക്കം. രാജ്യത്ത് ജൂൺ 1 മുതൽ സെപ്റ്റംബർ 30 വരെ ലഭിച്ച മഴ വിവര പട്ടിക പുറത്ത്. കാലവർഷം ഏറ്റവും കൂടുതൽ ലഭിച്ച സംസ്ഥാനം ഗോവ. 3 മാസത്തിൽ ലഭിച്ചത് 4401 മില്ലിമീറ്റർ മഴ. തൊട്ടു പിന്നാലെ കേന്ദ്രഭരണ പ്രദേശമായ ദാമൻ ആൻഡ് ദിയു 2885 മില്ലിമീറ്റർ മഴയാണ് ഇവിടെ പെയ്തത്. കേരളം പട്ടികയിൽ 5ാം സ്ഥാനത്ത് 1748 മില്ലിമീറ്റർ മഴയാണ് ജൂൺ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലായി ലഭിച്ചത്. ഹരിയാനയിലെ പൽവാളിൽ നടന്ന റാലിയിൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി. കോൺഗ്രസ് ജാതി മത ഉപയോഗിച്ച് രാജ്യത്തെ വിഭജിക്കുന്നു. ആർട്ടിക്കിൾ 370 തിരികെ കൊണ്ടുവരുമെന്ന് കോൺഗ്രസ് പറയുന്നു. എന്നാൽ പാക് അധിനിവേശ കശ്മീർ തിരികെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് ഒരിക്കലും കോൺഗ്രസ് സംസാരിക്കില്ലെന്നും പ്രധാനമന്ത്രി. ചെന്നൈയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രജനീകാന്തിന്റെ നില തൃപ്തികരം. 1 ദിവസം കൊണ്ട് അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു. അനാരോഗ്യത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തെ അപ്പോളോ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചത്. ഹൃദയത്തിൽ നിന്നുള്ള പ്രധാന രക്തക്കുഴലിൽ വീക്കമുണ്ടായിരുന്നതായും അതിനുവേണ്ട ചികിത്സ നൽകിയതായും ആശുപത്രി വൃത്തങ്ങൾ വ്യക്തമാക്കി. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ട്രെൻഡ്സ് തുടരും.